നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ട്. വയനാട് ദുരിതാശ്വാസത്തിൽ സർക്കാർ ഹൈക്കോടതി നൽകിയ കണക്കിനെ ചൊല്ലി വിവാദം. ചെലവാക്കിയ കണക്കല്ല, ഇത് എസ്റ്റിമേറ്റ് മാത്രമെന്ന് കെ രാജൻ. കണക്കുകൾ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. കേന്ദ്ര സഹായം വൈകുന്നതിൽ വിചിത്ര മറുപടിയുമായി സുരേഷ് ഗോപി. മലയാള സിനിമയിൽ ബദൽ സംഘടനയുമായി സംവിധായകർ. പ്രോഗ്രസീവ് ഫിലിം മേക്കിംഗ് അസോസിയേഷന് നേതൃത്വം നൽകി ആഷിഖ് അബുവും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ദിലീപിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ. ബദൽ കഥകൾ മെനയുകയാണ് ദിലീപെന്ന് സത്യവാങ്മൂലം. നിപ റിപ്പോർട്ട് ചെയ്ത മലപ്പുറത്തെ വാർഡുകളിൽ അതീവ ജാഗ്രത. പൊതുചടങ്ങുകളിൽ കൂടിച്ചേരൽ നിരോധിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾക്കും നിയന്ത്രണം. മാസ്ക് നിർബന്ധം. 10 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. കൊല്ലം മൈനാഗപ്പള്ളിയിലെ വാഹനാപകടം. മദ്യലഹരിയിൽ അജ്മലിനെതിരെ നരഹത്യാ കുറ്റത്തിന് കേസെടുത്തു. നാട്ടുകാർ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് വാഹനം മുന്നോട്ടെടുത്തതെന്ന് മൊഴി. വനിതാ ഡോക്ടർക്കെതിരെയും നരഹത്യയ്ക്ക് കേസ്. ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി. എസ്പിയുടെ റിപ്പോർട്ട് തേടി മനുഷ്യാവകാശ കമ്മീഷൻ. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കും. പുതിയ മുഖ്യമന്ത്രിയിൽ തീരുമാനം ഉടൻ. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ സമിതി യോഗം ഡൽഹിയിൽ. ജമ്മു കശ്മീർ നിയമസഭയിൽ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവാക്കിയ തുകയുടെ കണക്കുകൾ പുറത്തുവന്നു. ഓരോന്നിനും ചെലവാക്കിയത് സാധാരണയിൽ നിന്നും നിരവധി ഇരട്ടി തുകയാണ്. വോളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവിനായി കാണിച്ചിരിക്കുന്നത് 10 കോടി രൂപയാണ്. ദുരന്ത മേഖലയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കിയതിന് 3 കോടി രൂപയും വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് 4 കോടി രൂപയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ 2.76 കോടി രൂപയുമാണ് ചെലവായതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ദുരിതാശ്വാസ കണക്കിലെ വിവാദത്തിൽ വിശദീകരണവുമായി സർക്കാർ രംഗത്തെത്തി. അത് എസ്റ്റിമേറ്റ് മാത്രമാണെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ വിശദീകരിച്ചത്. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനം സംബന്ധിച്ച അതിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അതിൽ വലിയ രീതിയിൽ ആണ് ഇത് സംബന്ധിച്ചായ ഒരു കണക്കുകൾ, സർക്കാരിന്റെ ഒരു ചെലവ് കണക്കുകൾ സംബന്ധിയായ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇത് ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയ ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം അനുസരിച്ച് നൽകിയ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഈ കണക്കുകൾ വന്നിട്ടുള്ളത്. വലിയ രീതിയിൽ, അതായത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംബന്ധിയായ മുഴുവൻ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത്. ഇതിൽ ദുരിതബാധിതരെക്കാൾ കൂടുതൽ പണം വോളണ്ടിയർമാർക്കും അടക്കം ചെലവഴിച്ചതായിട്ടുള്ള സൂചനകളാണ് ഇത് സംബന്ധിച്ചുള്ളത്. വോളണ്ടിയർമാരുടെ ഗതാഗതം മാത്രം 4 കോടി രൂപയാണ് വന്നിട്ടുള്ള. ഭക്ഷണ ചെലവ് 10 കോടിയാണ് ഇതിൽ നൽകിയിട്ടുള്ള കണക്കുകൾ പ്രകാരമുള്ളത്. 359 മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഇതിനായിട്ട് 2,76,00,000 രൂപ ചെലവഴിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നിരവധി പേർ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തി. ഇവർക്ക് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ 2,98,00,000 രൂപയാണ് ചെലവഴിച്ചതായി പറയുന്നത്. ബെയിലി പാലം അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന് 1 കോടി രൂപയാണ് കണക്കാക്കുന്നത്. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചു. ഇതിന് 7 കോടി രൂപയാണ് കണക്കാക്കുന്നത്. എയർഫോഴ്സിന്റെ എയർലിഫ്റ്റിംഗ് സംവിധാനം ഇതിൽ വലിയ രീതിയിൽ അവിടെ നിന്ന് ആളുകളെ അടക്കം ഒഴിപ്പിക്കുന്നതിനെല്ലാം സഹായമായ എയർലിഫ്റ്റിംഗ് സംവിധാനത്തിന് 17 കോടി രൂപയാണ് ഹെലികോപ്റ്ററുകൾക്കായി ഇതിന് ചെലവഴിച്ചത്. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വാഹനങ്ങൾ ഉപയോഗിച്ചു. ഇതിന് 12 കോടി രൂപ ചെലവഴിച്ചതായി പറയുന്നു. മിലിറ്ററി വോളണ്ടിയർമാർക്കും മിലിറ്ററിയിലെ സൈന്യത്തിലെ ആളുകൾക്കുമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ വകയിൽ 4 കോടി രൂപയും ഇവരുടെ മെഡിക്കൽ സൌകര്യങ്ങൾ നൽകിയ വകയിൽ 2 കോടി രൂപയും ഇവരുടെ തന്നെ താമസ സൌകര്യങ്ങൾ ഒരുക്കിയ വകയിൽ 15 കോടി രൂപയുമാണ് ചെലവഴിച്ചതായി സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെയും ഭക്ഷണ വെള്ള ആവശ്യങ്ങൾ ഈ മിലിറ്ററി സൈന്യത്തിന്റെയും അതോടൊപ്പം തന്നെ വോളണ്ടിയർമാരുടെയും ആവശ്യങ്ങൾക്കായി 10 കോടി രൂപയും ചെലവഴിച്ചതായുള്ള സൂചനകളുണ്ട്.
ഹെവി എക്യുപ്മെന്റ് കാര്യങ്ങൾക്ക് JCB പോലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾക്കും മറ്റുമായിട്ട് 15 കോടി രൂപ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചതായിട്ട് പറയുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണ ചെലവ് 8 കോടി രൂപയും ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രങ്ങൾ നൽകുന്നതിന് 11 കോടി രൂപയുമാണ് ചെലവഴിച്ചതായി സൂചിപ്പിക്കുന്നത്. ഇവരുടെ മെഡിക്കൽ പരിശോധനയ്ക്ക് 8 കോടി രൂപയും ചെലവഴിച്ചതായിട്ട് പറയുന്നു. ഡ്രോൺ റഡാർ വാടക അതിൽ 3 കോടി രൂപയാണ് ഇതിന്റെ ചെലവ്. DNA പരിശോധന, മൃതദേഹങ്ങളുടെ DNA പരിശോധന അടക്കം പൂർത്തിയാക്കിയതിന് 3 കോടി രൂപ ചെലവ് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വലിയ രീതിയിലുള്ളൊരു കണക്കുകളുടെ പട്ടികയാണ് പുറത്തു വരുന്നത്. എന്നാൽ അതേസമയം തന്നെ സർക്കാർ ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമാക്കുന്നത് ഇത് എസ്റ്റിമേറ്റ് തുക മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എസ്റ്റിമേറ്റ് കണക്കുകളാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഇതിൽ പ്രധാനമന്ത്രിക്ക് നൽകിയ കണക്കിന്റെ മെമ്മോറാണ്ടത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അത് ഹൈക്കോടതിയിൽ നൽകിയത്. അതിൽ എസ്റ്റിമേറ്റ് കണക്കുകൾ മാത്രമാണുള്ളത്. ആർക്കും തന്നെയും തുക പൂർണ്ണമായിട്ട് നൽകുകയോ ആരുടെയും തന്നെ തുക സെറ്റിൽ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് കണക്കുകൾ മാത്രമാണ് ഈ കാണിക്കുന്നത് എന്നതാണ് സർക്കാരിന്റെ വിശദീകരണം. ഇതിൽ ഔദ്യോഗികമായൊരു വിശദീകരണം മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ ഓഫീസോ സംബന്ധിച്ച ഔദ്യോഗികമായൊരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കണക്കുകൾ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്നാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാറും ബത്തേരി MLA IC ബാലകൃഷ്ണനും ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ദുരന്ത മേഖലയിൽ സ്വാഭാവികമായി വലിയ ചെലവുകളും കാര്യങ്ങളും ഒക്കെ വരും. അതിന് പണം ഒരു മാനദണ്ഡമാവാതെ അത് കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന കണക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു കണക്കാണ്. പല മേഖലകളിലും മൃതദേഹത്തിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ചെലവ് അതെങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുത്തണം. കാരണം നമുക്ക് പുത്തുമലയിലാണ് സംസ്കരിച്ചത്. അവിടെ ഭൂമി നമുക്ക് സൗജന്യമായി ലഭിച്ചതാണ്. അവിടെ കുഴിയെടുക്കുക എന്ന് പറയുന്നത് JCB ഉപയോഗിച്ച് നമ്മൾ ചെയ്തു. അതൊരു ചെലവ് തന്നെയാണ്. പക്ഷെ അത് പഞ്ചായത്തും കൂടെ അതിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. പിന്നെ അവിടെ കൃത്യമായൊരു രീതിയിലുള്ള മറവ് ചെയ്യുന്നതൊക്കെ സന്നദ്ധ പ്രവർത്തകരുടെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്തതാണ്. ഒരു അത്രയും മൃതദേഹങ്ങൾ നമ്മൾ പുത്തുമലയിൽ സംസ്കരിച്ചിട്ടില്ല. കാരണം നമ്മൾ പലതും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതാണ്. വിട്ടു നൽകിയ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയവർക്ക് ചെലവിന് വേണ്ടി നമ്മൾ കൊടുത്തത് 10,000 രൂപയാണ്. അവരത് സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം 50ഓളം മൃതദേഹങ്ങൾ മേപ്പാടിയിലാണ് സംസ്കരിച്ചത്, പള്ളിയിലാണ്. ചൂരൽമല സഭ നമ്മുടെ പള്ളി ചർച്ചിൽ സംസ്കരിച്ചിട്ടുണ്ട്, പൊതു ശ്മശാനത്തിലുണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തുക എന്നുള്ളത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ക്യാമ്പുകളിലേക്ക് ഉള്ള ആളുകൾക്ക് വസ്ത്രം നൽകി എന്ന് പറയുന്നതിലൊരു വലിയ തുക കാണിക്കുന്നുണ്ട്, 10 കോടി. അപ്പൊ അത്രയും ആളുകൾക്ക് വസ്ത്രം ഒരുപാട് സൗജന്യമായി നമുക്ക് കിട്ടിയിരുന്നു. ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഒരു ഔട്ട്ലെറ്റ് പോലെ തന്നെ വസ്ത്രങ്ങൾ ആർക്ക് വേണമെങ്കിലും സൗജന്യമായി എടുക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം സർക്കാരിന്റെ സംവിധാനത്തിലേക്ക് നമ്മൾ വസ്ത്രങ്ങൾ ഒരുപാട് കൊടുത്തിരുന്നു. വസ്ത്രം കൊടുത്തു എന്ന് പറയാൻ കാരണം പഴകിയ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പഴകിയ വസ്ത്രങ്ങൾ തന്നെ ഏകദേശം 6-7 ടണ്ണ് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. പഴകിയ വസ്ത്രങ്ങൾ മുഴുവൻ നമ്മൾ മാലിന്യ സംസ്കാരത്തിന്റെ ഭാഗമായി തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വസ്ത്രങ്ങൾ പഴകിയ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഇരട്ടി പുതിയ വസ്ത്രങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഈ കണക്ക് കേട്ടപ്പോൾ ഞാൻ നേരിട്ട് കണ്ടില്ല. ഗവൺമെന്റിന്റെ കണക്ക് എത്രത്തോളം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ പുറത്ത് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നുക. അത്ഭുതം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ജൂലൈ 30 മുതൽ ഒരു 12 ദിവസം ഞാൻ അവിടെ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടെയൊക്കെ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിച്ചത് സത്യത്തിൽ അവിടുത്തെ വിവിധ സംഘടനകള്, വിവിധ ജില്ലകളില് വിവിധ സംഘടനകള്, വിവിധ മതസംഘടനകള്, അങ്ങനെയുള്ള ടീമാണ് അവിടെ ഭക്ഷണം എത്തിച്ചത്. ആ ഭക്ഷണം ഞാനും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 10 കോടിയുടെ കണക്ക് ഭക്ഷണ ചെലവിൽ വരാൻ വേണ്ടി എവിടെയാണ് ഗവൺമെന്റ് ഭക്ഷണം ഏൽപ്പിച്ചത്? ആരാണ് ഈ ഭക്ഷണം കൊണ്ടുവന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റുമായി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഭക്ഷണത്തിന്റെ പൈസ കിട്ടിയോ? ഇല്ല, ഞങ്ങളെല്ലാം സൗജന്യമായിട്ട് കൊടുത്തെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ ഭക്ഷണത്തിന്റെ ചെലവ് 10 കോടി വരിക? വയനാട് ദുരിതാശ്വാസ കണക്കിലെ വിവാദത്തിൽ വിശദീകരണവുമായി സർക്കാർ രംഗത്തെത്തി. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എസ്റ്റിമേറ്റ് കണക്കുകളാണ്. കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിന്റെ ഭാഗങ്ങളാണ് തെറ്റായ വാർത്തയ്ക്കായി ഉപയോഗിക്കുന്നതെന്നും സർക്കാർ വിശദീകരിച്ചു. വയനാടിനോടുള്ള കേന്ദ്ര സഹായം വൈകുന്നു എന്ന ചോദ്യത്തിന് വിചിത്രമായ മറുപടി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി.
നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് ചോദിക്കും എങ്ങനെയാണ് അതിന്റെ സംവിധാനം. എനിക്കിത് തീരെ ഇഷ്ടമല്ല. കാരണം ഒരു വിഷയം അത് നിങ്ങൾ തന്നെ കൊണ്ടുവന്നു. നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് ചോദിക്കൂ അതെങ്ങനെയാണ് വരുന്നതെന്ന്. അദ്ദേഹം പറയട്ടെ. നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് ചോദിച്ചാൽ മതി. മലയാള സിനിമയിൽ ബദൽ സംഘടനയുമായി യുവ സംവിധായകർ ആഷിഖ് അബു, രാജീവ് രവി, ലിജോ ജോസ് പല്ലിശ്ശേരി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പുതിയ സംഘടന. പ്രോഗ്രസീവ് ഫിലിം മേക്കിംഗ് അസോസിയേഷൻ എന്ന പേരിലാണ് സംഘടന നിലവിൽ വരിക. സമത്വം, സഹകരണം, സാമൂഹിക നീതി എന്നീ മൂല്യങ്ങളിൽ വേരൂന്നി പ്രവർത്തിക്കുന്നതാണ് സംഘടന ലക്ഷ്യമെന്ന് അവർ അവകാശപ്പെടുന്നു. മലയാള സിനിമയിൽ പുതിയൊരു സംഘടനയ്ക്ക് കൂടി രൂപം നൽകുകയാണ്. അതിൽ യുവ സംവിധായകരുടെ നേതൃത്വത്തിൽ അത്തരമൊരു കൂട്ടായ്മ രൂപപ്പെടുകയാണ്. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കുറിപ്പിൽ സംവിധായകരായ ആഷിഖ് അബു, ലിജോ ജോസ് പല്ലിശ്ശേരി, അഞ്ജലി മേനോൻ, അതോടൊപ്പം നടി റിമ കലിങ്കൽ, ബിപിൻ ചന്ദ്ര തുടങ്ങിയവരാണ് അവരുടെ പേര് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. പുതിയൊരു സംഘടനയ്ക്ക് രൂപം നൽകുക, നിലവിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ മലയാള സിനിമയിൽ ഒരുപാട് തിരുത്തലുകൾ ആവശ്യമാണ്. അതുകൊണ്ട് പുതിയൊരു സംഘടനാ സംവിധാനത്തിലേക്ക് അടക്കം നീങ്ങേണ്ടതുണ്ട്. അതിന് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് കൈകോർക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘടനയ്ക്ക് പുതിയൊരു കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ മാത്രമാണോ ഇതെന്ന ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തമാക്കുന്നില്ല. അതേസമയം സിനിമാ രംഗത്ത് പല രീതിയിലുള്ള ഒരു അശാസ്ത്രീയത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പുരോഗമനപരമായ ഒരു സമൂഹത്തിന് ചേരുന്ന രീതിയിലല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇവിടെ കുറെ കൂടി ആധുനികവൽക്കരണം വരുത്തേണ്ടതുണ്ട്. അത് സംഘടനയുടെ നടത്തിപ്പിലും പ്രവർത്തന രീതിയിലും പെരുമാറ്റത്തിലും എല്ലാം തന്നെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അതിന് നമുക്ക് ഒത്തൊരുമിച്ച് ഒരു നവീകരണത്തിന് ശ്രമിക്കാമെന്നൊരു ആഹ്വാനത്തോടു കൂടിയാണ് ഈ ഒരു കുറിപ്പ് വന്നിട്ടുള്ളത്. അത് ഇപ്പോൾ നിലവിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പലർക്കും തന്നെ ഇങ്ങനെയൊരു ഈ രീതിയിലൊരു കത്ത്, ഇത്തരമൊരു സൂചകക്കുറിപ്പ് അടക്കം ലഭിച്ചിട്ടുണ്ട്. അതിനോട് മറ്റുള്ളവരൊരു പ്രതികരണം ഇതുവരെയും അറിയിച്ചിട്ടില്ല. എന്താണ് ഇവർ വ്യക്തമാക്കുന്നത്? അവരോട് കൂടി നിന്നുകൊണ്ട് പുതിയൊരു സംഘടനയ്ക്ക് രൂപം നൽകുകയാണെന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊരു ചിന്ത പുതിയതായിട്ട് തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നു. അതിന്റെ ഒരു കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതേസമയം ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചാണ് ആഷിഖ് അബു പുറത്തു വരുന്നത്. അത് ഫെഫ്കയോട് അമ്മയിൽ ഒരു ഭാഗം പേർ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് താരസംഘടനയെ അമ്മയെ മാറ്റാൻ കഴിയുമോ എന്നടക്കമുള്ള ചർച്ചകൾ തുടങ്ങിയതായിട്ട് ആദ്യഘട്ടത്തിൽ ഫെഫ്കയുടെ ഭാരവാഹികൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ കൂടുതൽ പേർ ഇപ്പോൾ താരസംഘടനയിൽ നിന്നടക്കം ഇതിലേക്ക് വരുമോ എന്നതടക്കമുള്ള ഒരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പുതിയൊരു സംഘടന മലയാള സിനിമാ രംഗത്ത് ഉണ്ടാകുന്നു എന്നതാണ്. അത് ഏത് രീതിയിൽ എങ്ങനെയെന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് നയിച്ചേക്കാം. ദിലീപിനെതിരെ വീണ്ടും സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ. ദിലീപ് ബദൽ കഥകൾ മെനയുകയാണെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നു. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. പൾസർ സുനിക്ക് ജാമ്യം നൽകിയാൽ മുങ്ങാൻ സാധ്യതയുണ്ടെന്നും ആക്രമിക്കപ്പെട്ട നടിയെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തുമായി WCC. റിപ്പോർട്ടർ TVക്കെതിരെയാണ് കത്ത്. നിരുത്തരവാദ മാധ്യമ വിചാരണ നടത്തിയെന്നും മൊഴികൾ പുറത്തുവരുന്നുവെന്നും കത്തിൽ പറയുന്നു. സ്വകാര്യതയുടെ ലംഘനമാണ് നടക്കുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നടൻ രഞ്ജിത്തിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കും. ഓൺലൈനായിട്ടാണ് മൊഴിയെടുക്കുക. കുറ്റപത്രം അടുത്തയാഴ്ച സമർപ്പിച്ചേക്കും. ഒരിടവേള. വിമർശകൻ വീണ്ടും വാർത്തകളിലേക്ക്. മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ്. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണുകളാണ്. രോഗലക്ഷണങ്ങൾ സംശയിക്കുന്ന 10 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു.
മലപ്പുറം തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7ാം വാർഡുമാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഉള്ളത്. ഇവിടെ കടകൾക്ക് പ്രവർത്തനത്തിന് അനുമതിയുള്ളത് 10 മുതൽ 6 വരെ മാത്രമാണ്. ആളുകൾ കൂട്ടം കൂടുന്നതിനും കർശന നിരോധനമുണ്ട്. ഈ മേഖലയിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന നബിദിന ഘോഷയാത്രകൾ മാറ്റിവെക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇടങ്ങളിലൊക്കെ തന്നെ പനി സർവേ ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം ഉൾപ്പെടുന്ന സംഘമാണ് ഈ ഒരു പനി സർവേ നടത്തുന്നത്. 5 വാർഡുകളിലായി 50 അംഗ ടീമാണ് ഈ സർവേക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പനി ഈ ഒരു മേഖലയിൽ ഉള്ള ആളുകളിലെ ഓരോ വീടുകളിലും ചെന്ന് അവർക്ക് പനി ഉണ്ടായിട്ടുണ്ടോ, അതേപോലെ മറ്റെന്തെങ്കിലും ഈ നിപ്പയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളുണ്ടോ, ഈ ഒരു നിപ്പ ബാധിച്ച് മരിച്ച വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇടപഴകിയിട്ടുണ്ടോ, അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഈ ഒരു സർവേയുടെ ഭാഗമായിട്ട് ശേഖരിക്കുന്നുണ്ട്. നേരത്തെ പാണ്ടിക്കാട് ഈ ഒരു നിപ്പ സ്ഥിരീകരിച്ചപ്പോൾ അന്ന് ഫലപ്രദമായി നടപ്പാക്കിയ അതേ ശൈലിയിൽ തന്നെയാണ് തിരുവാലിയിലും ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ തിരുവാലിയിൽ മാസ്ക് കർശനമാക്കിയതായിട്ട് പഞ്ചായത്ത് ഭരണകൂടം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു. കേസ് കണ്ടെത്തിയിട്ടുള്ള വീടിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള വാർഡുകളെയാണ് ഇന്ന് തെരഞ്ഞെടുത്തുള്ളത്. തിരുവാലി പഞ്ചായത്തിലെയും മമ്പാട് പഞ്ചായത്തിലെയും വണ്ടൂർ പഞ്ചായത്തിലെയും വാർഡുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തിരുവാലി പഞ്ചായത്തിലെ 3, 4, 5, 6, 7 വാർഡുകളിലാണ് സർവേ നടക്കുന്നത്. അതുപോലെ തന്നെ വണ്ടൂർ പഞ്ചായത്തിന്റെ 23ാം വാർഡിലും മമ്പാട് പഞ്ചായത്തിന്റെ 7ാം വാർഡിലും അതേസമയം തന്നെ സർവേ നടക്കുന്നുണ്ട്. നൂറുകണക്കായ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് വിവിധ 14 PSCകളുടെ പ്രതികരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോ PSCയിൽ നിന്നും മിനിമം 10 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ട്, നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ ആശാപ്രവർത്തകർ, അംഗനവാടി ടീച്ചർമാർ ഒക്കെ അവരെ ഏരിയ പരിചയപ്പെടുത്തുന്നതിന് കൂടെ പോകുന്നുണ്ട്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടെ ഏർപ്പെടുത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യുവാവിന് എവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ ബംഗളൂരുവിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. ബംഗളൂരിൽ നിന്നാണോ അതോ നാട്ടിലെത്തിയതിനു ശേഷമാണോ ഇത്തരത്തിലൊരു രോഗബാധ ഉണ്ടായത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നവർ, ഒപ്പം പഠിച്ചിരുന്നവർ, ഒപ്പം യാത്ര ചെയ്തിരുന്നവർ തുടങ്ങിയവരെയൊക്കെ തന്നെ ട്രേസ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഇയാൾ നാട്ടിലെത്തി വൈദ്യശാലകളിലും ആശുപത്രിയിലടക്കം 4-5 ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയുള്ള അദ്ദേഹവുമായി ഇടപഴകിയ ആളുകളെ കൂടുതലായി കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ഇനിയും കൂടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അതിൽ തന്നെ നേരിട്ട് ഇടപഴകിയവരെ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല അങ്ങനെ നേരിട്ട് കൂടുതൽ ഇടപഴകിയവർക്ക് ഈ നിപ്പ പരിശോധന നടത്താനുള്ളൊരു സാധ്യതയുമുണ്ട്. നിപ്പ മറ്റൊരാൾക്ക് സ്ഥിരീകരിക്കാതിരിക്കാൻ ആണ് ഈ ഒരു നടപടികളൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹവുമായി കൂടുതൽ ഇടപഴകിയ ആളുകളുടെ സ്രവപരിശോധനാ ഫലമാണ് ഇവിടെ നിർണായകമാകുന്നത്. എന്നുണ്ടെങ്കിലും ഇതിന്റെ നടപടികൾ ഈ ഒരു മേഖലയിൽ പുരോഗമിക്കുകയാണ്. ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ വനിതാ ഡോക്ടറും അറസ്റ്റിലായി. സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായ ശ്രീകുട്ടിക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. കാർ ഓടിച്ച കരുനാഗപ്പള്ളി സ്വദേശി അജ്മലിനെ പതാരത്ത് നിന്ന് ശാസ്താംകോട്ട പോലീസ് പിടികൂടിയിരുന്നു. സാധനം മേടിച്ചിട്ട് ചേട്ടത്തി വണ്ടിക്കകത്തോട്ട് കയറി. ഞാൻ അപ്പുറം ഇപ്പുറം നോക്കി വണ്ടി വരുന്നുണ്ടോയെന്ന്. ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. പക്ഷെ എന്തോ പെട്ടെന്ന് ഇതിലേക്കൂടെ കയറി വന്നെന്നൊന്നും ഓർമ്മയില്ല. എനിക്ക് പെട്ടെന്ന് വന്ന് ഇടിച്ചിടുമായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനൊരു സൈഡിലേക്ക് വീണു. ചേട്ടത്തി ആ കാറിൻ്റെ ഫ്രണ്ടിലോട്ടാണെന്ന് തോന്നുന്നു വീണത്. ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ്, പക്ഷെ എന്തോ പിന്നെയും ആ കാറ് കയറി ഇറങ്ങി അങ്ങ് പോയതങ്ങ്. അതിവേഗത്തിലാണ് വന്നത്. എന്നുവെച്ചാൽ ബാലൻസ് ഇല്ലാതെ വണ്ടി വന്നത്. എന്തോ വണ്ടി നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്താണ് വന്നത്. ഒട്ടും ബാലൻസ് ഇല്ലാത്ത രീതിയിൽ. ഇതിനിടെ മൈനാഗപ്പള്ളിയിൽ അപകടം നടത്തിയ കാറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ വലതുവശം ചേർന്ന് പലപ്പോഴും അനിയന്ത്രിതമായിട്ടാണ് ആ കാർ പോയത്. ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് ഭീഷണിയാകും വിധത്തിലായിരുന്നു ആ കാറിന്റെ സഞ്ചാരമെന്ന് തെളിയിക്കും വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. വിനേഷ്, ഈ
കാണുന്ന ദൃശ്യം അത് ഈ അപകടത്തിന് ശേഷം രക്ഷപ്പെടുമ്പോഴാണോ അതോ അതിനു മുമ്പ് ആരെങ്കിലും ചിത്രീകരിച്ചതാണോ? എന്തോ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ അജ്മൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനം ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രിക കൊല്ലപ്പെട്ട സംഭവത്തിലെ നിർണായക ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കേസിലെ പ്രതിയായ അജ്മൽ അപകടത്തിന് ശേഷം അമിത വേഗതയിൽ കാർ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളാണിത്. എതിരെ വന്ന മറ്റൊരു കാറിലും അജ്മൽ ഓടിച്ച് കാർ ഇടിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. നാട്ടുകാർ പിന്തുടർന്നപ്പോഴാണ് ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയത്. ഇന്നലെ വൈകിട്ട് മൈനാഗപ്പള്ളി അനൂർക്കാവിലാണ് ഈ അപകടം ഉണ്ടായത്. സ്കൂട്ടർ യാത്രികരായ കുഞ്ഞിമോൾ എന്ന സ്ത്രീ മരിക്കുകയും കൂടെ ഉണ്ടായിരുന്ന ഫൗസിയയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് അവിടെ നിന്നും രക്ഷപ്പെട്ട പ്രതി അജ്മൽ ഓടിച്ചിരുന്ന വാഹനമാണ് ഇങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പോകുന്നതായിട്ട് കാണുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ഈ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ വാഹനം നിർത്താൻ തയ്യാറായില്ല. ഈ അപകടത്തിന് ഇടയാക്കിയത് മാത്രമല്ല, ഈ വാഹനത്തിന് അടിപ്പെട്ട സ്ത്രീയുടെ ദേഹത്തുകൂടി വാഹനം അമിത വേഗതയിൽ കയറ്റി ഇറക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ നിന്നും ഈ അജ്മൽ രക്ഷപ്പെട്ടു പോകുന്നത്. ഈ രക്ഷപ്പെട്ടു പോകുമ്പോൾ ഉണ്ടായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാട്ടുകാർ ഈ അജ്മലിനെ പിന്തുടർന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് അവർ തുടർന്നും ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേർക്കും, അതായത് ഈ അജ്മലിനോടൊപ്പം ഒരു വനിതാ ഡോക്ടറും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും നരഹത്യയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എന്തോ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ കാർ പോകുന്ന രീതി തന്നെ കണ്ടാൽ വ്യക്തമാണ്. ആ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഒരു തരത്തിലും നിയന്ത്രണം വാഹനത്തിലില്ല എന്നുള്ളത് നടലും വലിയ നിയമലംഘനമാണ്. നരഹത്യക്ക് കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയുമാണ് ആ കാറിലുണ്ടായിരുന്നത്. അവനൊരു അപകടം ഉണ്ടാക്കിയ ശേഷം പോകുന്ന ദൃശ്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹ്യുണ്ടൈ ഇയോൺ കാർ അത് വലിയൊരു അപകടം സൃഷ്ടിക്കുകയും ഒരാളുടെ ജീവൻ അപായപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം. സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ 3 വയസ്സുകാരൻ മരിച്ചു. മമ്പാട് കാരച്ചാൽ പൂളപ്പൊയിലാണ് അപകടം. മമ്പാട് നടുവക്കാട് ചീരക്കുഴിയിൽ ഷിജുവിൻ്റെ മകൻ ധ്യാൻ ദേവാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൻ്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് കാരണമായത്. ധ്യാൻ രാജിൻ്റെ മൃതദേഹം നിലമ്പൂർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എറണാകുളം മരോട്ടിച്ചോട് കൊലപാതകത്തിൽ ഒരാൾ അറസ്റ്റിലായി. കൊല്ലം സ്വദേശിയായിട്ടുള്ള സമീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി തൃപ്പൂണിത്തുറ സ്വദേശിയായ ഒരാളെ കൂടി എളമക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ മദ്യപാനത്തിൽ ഒപ്പമുണ്ടായിരുന്നുവെങ്കിലും ഇയാൾക്ക് കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് പ്രാഥമിക നിഗമനം. ഇരുവരും കൊല്ലപ്പെട്ട പ്രവീണിന്റെ സുഹൃത്തുക്കളാണ്. ഇന്നലെ പുലർച്ചെയാണ് മരോട്ടിച്ചോട് പാലത്തിന് സമീപം പ്രവീണിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം വണ്ടൂരിലെ സജി നിവാസിൽ ശിവദാസൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ നടക്കും. ന്യൂസ് 18 കേരളം ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ സീനിയർ മാനേജർ സജീവ് പി ആണ് മകൻ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6880, പവന് 5540. 18 ക്യാരറ്റ് ഗ്രാം 5700, പവൻ 45600. വെള്ളി ഗ്രാമിന് 96 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.